ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളിനെ അല്ലെങ്കിൽ ഒരു പാക്കേജിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു PDF ഫയൽ നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നോ നമുക്ക് ലഭിച്ച ഫയലിനെ നമുക്കതിലേക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. PDF ഫയൽ എന്ന് പറയുമ്പോൾ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റാണ്. അതായത് ഏത് തരത്തിലുള്ള ഫയലിനെയും നമുക്ക് ഒരു നിശ്ചിത രൂപത്തിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് PDF ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ PDF-ൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് പല ടൂളുകളൊക്കെ നമുക്ക് ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും അവൈലബിൾ ആണെങ്കിലും സാധാരണക്കാർ അല്ലെങ്കിൽ നോർമലി യൂസ് ചെയ്യുന്നവർക്ക് ആ PDF-ൽ എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ പലരും ചെയ്യാവുന്നൊരു മാർഗ്ഗമാണ് അല്ലെങ്കിൽ ചെയ്യുന്നൊരു മാർഗ്ഗമാണ് ആ PDF ഫയലിനെ നമുക്ക് നേരെ എന്ത് ചെയ്യുക, ഡോക്യുമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഡോക്ക് ഫയൽ, വേർഡിൽ ഓപ്പൺ ചെയ്യുന്ന ഫയലിനെയാണ് നമ്മൾ ഡോക്ക് ഫയൽ എന്ന് പറയുന്നത്. അത്തരം ഫയലിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു PDF ഫയൽ കിട്ടിയാൽ അതിനെങ്ങനെ നമുക്ക് ഡോക്യുമെൻറ്റ് ഫയൽ docx, അതായത് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ എക്സ്റ്റൻഷൻ വേർഡ് ഫയലായിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്കൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ടെർമിനലിൽ ക്ലിക്ക് ചെയ്തു, ന്യൂ ടെർമിനൽ എടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വെർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ പേര് ഞാൻ ഡെമോ എന്ന് കൊടുക്കുന്നുണ്ട്. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, ഈ പേര് തന്നെ ആവണമെന്നില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ വെർച്വൽ എൻവയോൺമെൻറ്റ് നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഡെമോ എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു, ആക്ടിവേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ പാക്കേജ് ഈ മെത്തേഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആ പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ പിപ്പ് ഇൻസ്റ്റാൾ, അതിനുശേഷം നമുക്ക് ആ പാക്കേജിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പാക്കേജിൻ്റെ പേരെന്ന് പറയുന്നത് PDF to doc എന്നാണ്. PDF to docx, ലാസ്റ്റ് എക്സ് കൂടി ചേർത്ത് കൊടുക്കുക. സാധാരണ ഡോക്യുമെൻ്റ് ഫയലൊക്കെ docx എന്നായിരിക്കും വരിക. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ ആ പാക്കേജ് ഡൗൺലോഡ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഫയൽ പാക്കേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. കുറച്ചധികം തന്നെ സമയത്തിന് ആവശ്യമായിട്ട് വരും. കാരണം ജസ്റ്റ് ഒരു PDF to ഡോക്യുമെൻ്റ് ഫയൽ മാത്രമല്ല, ഇതിലേക്ക് മറ്റു അനവധി പല പാക്കേജുകൾ കൂടി ഇതിൻ്റെ ഒപ്പം ആഡ് ആവുന്നുണ്ട്. കാരണം ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒട്ടനവധി പാക്കേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പാക്കേജ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു ഫയൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ആ ഫയലിൻ്റെ പേര് ഞാനിവിടെ വന്ന് ഫസ്റ്റ് ഡോട്ട് py എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് അതിനുശേഷം നമുക്ക് ആ ഫയൽ നമുക്കിവിടെ നിന്ന് ആഡ് ചെയ്യാം. PDF to doc എന്ന ഫയൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് നമ്മൾ കൺവേർട്ടർ എന്ന ക്ലാസ്സാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിവിടെ വന്ന് PDF എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈ PDF എന്നുള്ള വേരിയബിളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാല്യൂ പാസ് ചെയ്യാം. അപ്പോൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് ആ PDF ഫയലിൻ്റെ പേരെന്താണോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ PDF ഫയലിൻ്റെ പേര് ഞാനിവിടെ വന്ന് PDF ഫയൽ .pdf എന്നാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അത് വേർഡ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുമ്പോൾ എന്ത് പേരിലാണോ അത് കിട്ടേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഫയൽ .docx എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ PDF ഫയൽ എന്ന് പറയുന്നത് PDF ഫയലും അത് നമുക്ക് വേർഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഫയൽ .docx എന്ന ഫയൽ എക്സ്റ്റൻഷനോട് കൂടിയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ കൺവേർട്ടറിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, CV കൺവേർട്ടർ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് ഫയലാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ പേര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് PDF ഫയൽ എന്ന് ചേർത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്ന് CV കൺവേർട്ട് എന്നുള്ള മെത്തേഡിന് അതിലേക്ക് കോൾ ചെയ്യാണ്. ഇനി ഏത് ഫയലിലേക്ക് അല്ലെങ്കിൽ ഏത് പേരിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ പേരും നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ വേർഡ് എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ CV എന്നുള്ള ഇതിനെ നമുക്കിവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. പാരലലായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് മെമ്മറി യൂസേജ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളെന്ത് യൂസ് ചെയ്യുന്നത്, ഈ ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയലൊന്ന് റൺ ചെയ്യിപ്പിക്കാം.
ഓക്കെ, അപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റണ്ണായി കഴിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇവിടെ വന്ന് ഇത് റൺ ചെയ്യിക്കുമ്പോൾ നോക്കൂ, ആദ്യം ഇവിടെ വന്ന് ഡോക്യുമെൻ്റ് ഓപ്പണിങ് ചെയ്തു, അത് അനലൈസ് ചെയ്തു, എന്നിട്ട് പാസിങ് പേജ് എത്ര പേജുകൾ ഉണ്ടെന്ന് നോക്കി, എന്നിട്ട് ക്രിയേറ്റ് പേജ്, എന്നിട്ട് അതിനെ യൂസ് ചെയ്ത ടൈം എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ വന്ന് ആ ഫയൽ .docx എന്നുള്ള ആ ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത PDF ഫയൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ വന്നൊരു ഓപ്പൺ ചെയ്തു. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ്, അത് ഓപ്പൺ ചെയ്തു. ഇത് നമുക്കിനി വേർഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് വേർഡിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ, എൻ്റെ കമ്പ്യൂട്ടറിൽ വേർഡില്ല, ലിബ്രെ ഓഫീസ് റൈറ്ററാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ലിബ്രെ ഓഫീസിൽ റൈറ്ററിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്ത് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, സെയിം, ഒരു കുഴപ്പമില്ല. സാധാരണ നമ്മൾ എങ്ങനെയാണോ ആ ഫയലുള്ളത് അതേ ഡീറ്റെയിൽസ് എല്ലാം അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അലൈൻമെൻറ്റിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്, കാരണം ഇതിൽ കറക്റ്റ് അലൈൻമെൻറ്റാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്കായിട്ട് കൺവേർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ ഒരു PDF ഫയലിനെ നമുക്ക് ഡോക്യുമെൻ്റ് ഫയലായിട്ട് ഡോക്ക് ഫയലായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ പറഞ്ഞ പാക്കേജ് നമുക്ക് പല പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നൊരു പാക്കേജാണ്. അപ്പോൾ ഇന്നത്തെ പാക്കേജ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സോഴ്സ് കോഡ് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.